എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മലയാളത്തിൻ്റെ ഒരു പേപ്പറാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്നുള്ളത്. അതിൽ തിരുനിഴൽ മാല എന്ന ഒരു കൃതിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പാട്ടിന് ലീലാതിലകത്തിൽ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ മറ്റൊരു കൃതിയാണ് തിരുനിഴൽ മാല. പാട്ടിന് ലീലാതിലകത്തിൽ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മറ്റൊരു കൃതിയാണ് ഇത് തിരുനിഴൽ മാല. നിഴൽ എന്ന തമിഴ് പദത്തിന് അനുഗ്രഹം എന്നാണ് അർത്ഥം. അനുഗ്രഹം എന്ന അർത്ഥം എന്ന നിഴൽ എന്ന പദം. മലയർ ആറന്മുള അയ്യപ്പന് നടത്തുന്ന അനുഷ്ഠാനങ്ങളാണ് ഈ കൃതിയിൽ ഇതിവൃത്തമായിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള അധ്യാപകനായിരുന്ന ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ് ഈ ഒരു പുസ്തകം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള അധ്യാപകനായിരുന്ന ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ് ഈ ഒരു പുസ്തകം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പാട്ടിന് ലീലാതിലകത്തിൽ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു കൃതിയാണ് തിരുനിഴൽ മാല. അപ്പോൾ നിഴൽ എന്ന പദത്തിൻ്റെ അർത്ഥം അനുഗ്രഹം എന്നാണ് തമിഴിൽ. മലയർ ആറന്മുള അയ്യപ്പന് നടത്തുന്ന അനുഷ്ഠാനങ്ങളാണ് ഈ കൃതിയിലെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള അധ്യാപകനായിരുന്ന ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ് ഈ ഒരു പുസ്തകം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. 87 ഓലകളിലായി രേഖപ്പെടുത്തിയ ഈ കൃതിയിൽ 97 പാട്ടുകളും 539 ഈരടികളുമുണ്ട്. 97 പാട്ടുകളും 539 ഈരടികളുമുണ്ട്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത്. ആറന്മുളയുടെ ഗ്രാമപശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ കാവ്യം കണ്ടുകിട്ടിയത് കണ്ണൂരിലെ വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. ആറന്മുളയുടെ ഗ്രാമപശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ കാവ്യം കണ്ടുകിട്ടിയത് കണ്ണൂരിലെ വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. ഗോവിന്ദൻ എന്നാണ് ഇതിൻ്റെ കർത്താവിൻ്റെ പേരെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. AD 1200 1300 ഇടയിലാണ് ഈ ഒരു കാവ്യം രചിക്കപ്പെട്ടതെന്ന് MM പുരുഷോത്തമൻ നായർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ AD 1200 1300 ഇടയിലാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് MM പുരുഷോത്തമൻ നായർ അഭിപ്രായപ്പെടുന്നു. ഭാരതഖണ്ഡം, കേരളോൽപ്പത്തി, ചേര രാജ്യം, 4 തളി, എൺമർ, സാമന്തർ, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമം എന്നിവയുടെ വർണ്ണനകൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുഷ്ഠാനത്തിൻ്റെയും നാടോടി സംസ്കാരത്തിൻ്റെയും ചിത്രീകരണങ്ങൾ കൃതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചെന്തമിഴ് നാടൻ സംസ്കൃത പദങ്ങളുടെ മിശ്ര രൂപങ്ങളാണ് ഇതിലെ ഭാഷയെന്ന് എരുമേലി പരമേശ്വരപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. ചെന്തമിഴ് നാടൻ സംസ്കൃത പദങ്ങളുടെ മിശ്ര രൂപങ്ങളാണ് ഇതിലെ ഭാഷയെന്ന് എരുമേലി പരമേശ്വരൻ പിള്ള രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ഭാഷാപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ രാമചരിതത്തേക്കാൾ പഴക്കമുള്ള കൃതിയാണ് ഈ ഒരു കൃതിയെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ കാവ്യവിഷയത്തിൽ സാമൂഹിക വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഈ കാവ്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാവ്യവിഷയത്തിൽ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു തിരുനിഴൽ മാല എന്ന കൃതിയെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.